ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കഥയാണ്. പിന്നെ നമുക്കറിയാം, ഒരു സിനിമ ഉരുവം കൊണ്ടുവരാൻ ഇന്നെടുക്കുന്ന സമയം. അപ്പോൾ ഈ സിനിമ ഇന്ന് ഇപ്പോൾ നടക്കാനുള്ളതിൻ്റെ ഏറ്റവും വലിയ കാരണം എൻ്റെ പ്രിയ സഹോദരൻ ശ്രീ എബ്രഹാം മാത്യുവും ഷീലുവും തന്നെയാണ്. കാരണം ആ കഥയുടെ ഒരു വേർത്ത് തിരിച്ചറിഞ്ഞ് ഈ സിനിമയിൽ, വലിയ സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വന്ന അവരാണ് ഈ സിനിമയുടെ പ്രധാന കാരണം. പിന്നെ ഓഫ്കോഴ്സ് ഒരുപാട് എൻ്റർടൈനേഴ്സ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ശ്രീ കൃഷ്ണ പുലിപ്പുര, എൻ്റെ ഒപ്പം ആംഗ്രി ബേബീസ് എന്ന സിനിമയും ഒരു വലിയ വിജയമായിരുന്നു. ഇന്നും പിന്നെ ടി വിയിൽ വരുമ്പോൾ ആളുകൾ കാണുന്ന, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സിനിമകളിലൊന്നാണ് ആംഗ്രി ബേബീസ്. അപ്പോൾ അദ്ദേഹം എഴുതിയ തിരക്കഥയാണിത്. കുറേ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നത് ഒരു കുടുംബ അന്തരീക്ഷത്തിൽ, ഒരു ഫ്ലാറ്റിൻ്റെ അന്തരീക്ഷത്തിൽ ഒരുപാട് നർമ്മ മുഹൂർത്തങ്ങളുമായി ഉള്ള ഒരു സിനിമയായിരിക്കും. ഇതിൻ്റെ ടൈറ്റിൽ ഒന്നും ഇപ്പോൾ അനൗൺസ് ചെയ്യുന്നില്ല, ടൈറ്റിലായി, പക്ഷേ അനൗൺസ്മെൻറ്റ് വേറൊരു സമയത്താണ്. ഈ സിനിമ ഞാൻ ഒരുപാട് പുതുമുഖങ്ങളുമായിട്ട് സിനിമ ചെയ്തിട്ടുള്ള ആളാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തിട്ടുള്ള ഒരു 95% പുതുമുഖങ്ങളുടെ കൂടെയാണ്. ഇപ്പോൾ മനോജ് പ്രായണ പുതുമുഖമാണെങ്കിൽ സജിയുടെ കൂടെ, സജി സുരേന്ദ്രൻ്റെ കൂടെ ഒരുപാട് സിനിമകൾ അസോസിയേറ്റ് ചെയ്ത് ഈ സിനിമയ്ക്ക് വേണ്ടി അത്രയധികം പ്രയത്നിച്ച് ഇന്നും പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരനാണ്. എബ്രഹാം ചേട്ടനും എന്നോട് പറഞ്ഞതാണ്, അതായത് അയാൾക്ക് വേണ്ടി നമ്മൾ ഈ സിനിമ ചെയ്യുന്നു. അതായത് ഒരു പുതിയ നല്ല സംവിധായകനെ സമ്മാനിക്കാൻ 14ഓളം സിനിമകൾ ചെയ്ത് അബാം മൂവീസ് മുന്നോട്ട് വരുന്നു. അപ്പോൾ ഇത് നല്ല സിനിമയാവട്ടെ എന്നുള്ള നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന പോലെ എൻ്റെയും പ്രാർത്ഥന. നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഒരു സിനിമയുടെ പൂജയുടെ ദിവസം തൊട്ടിട്ട് ആശങ്കകളുടെയും നാളുകൾ തുടങ്ങി. But then end of it, ആ ഒരു വെള്ളിയാഴ്ച പടം റിലീസാവുന്ന സമയത്ത് കിട്ടുന്ന അതിൻ്റെ സക്സസ് എന്ന് പറയുന്ന ഒരു സന്തോഷം, ആ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഈ അവസരത്തിൽ ഡയറക്ടർക്കും പ്രൊഡ്യൂസറിനും നമ്മുടെ ഹീറോനും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. God bless them all. That will be a huge hit. We wish the film industry to grow like this. Thank you so much. God bless you all. Thank you. എനിക്ക് വളരെയധികം സന്തോഷം. ഞാൻ ഈ സിനിമയ്ക്ക് ആശംസ കൊടുക്കേണ്ട കാര്യമില്ല, കാരണം നമ്മുടെ ഫാമിലി ഫ്രണ്ടാണ്. അല്ലെങ്കിൽ ഇന്നലെ രാത്രി വരെ എൻ്റെ ഒപ്പം ഞാൻ ഉണ്ടാകുന്നത്. രാവിലെ ഞങ്ങൾ രണ്ടായിട്ട് പിരിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് പോകുന്നു, പ്രാഞ്ചേരിൻ്റെ വീട്ടിൽ നിന്ന് പ്രാഞ്ചേരിന് ഇങ്ങോട്ട് പോകുന്നു. പിന്നെ ആകെ വ്യത്യാസം, ഇത് 2 അക്കൗണ്ടാണ്, ബാങ്ക് അക്കൗണ്ട് 2ആണ്, അല്ലെങ്കിൽ ബാനർ നെയിം 2ആണ്. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി ഈ സിനിമയ്ക്കൊപ്പം എൻ്റെ സിനിമ എന്നോ തന്നെ ഞാൻ ഈ സിനിമയ്ക്കൊപ്പം ഉണ്ട്. പിന്നെ എൻ്റെ ആദ്യ സിനിമയ്ക്ക് എൻ്റെ ആദ്യ സിനിമ ട്രാഫിക്കാണ്. അന്ന് മുതലുള്ള എൻ്റെ സുഹൃത്താണ്, ബ്രദറാണ്. അല്ലെങ്കിൽ ഞാൻ അനുപേട്ടനായിട്ട് അന്നും ഒരു പരിചയമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അനുപേട്ടനെ പറ്റി വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. പിന്നെ പുതിയ സംവിധായകൻ വെൽക്കം, പിന്നെ കൃഷ്ണയുടെ. അപ്പോൾ എല്ലാവർക്കും ഈ സിനിമ, പിന്നെ ഓഫ് കോഴ്സ് എബ്രഹാം ചേട്ടന് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പൊക്കി പറയാനായിട്ട് തോന്നും. അതുകൊണ്ട് ചേട്ടൻ്റെ കാത്തി തന്നെ ഞാൻ വെച്ചേക്കുവാണ്. ക്ഷീണിച്ചിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരുപടി ആശംസകൾ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. മഞ്ജു പറഞ്ഞ പോലെ അബാം മൂവീസിൻ്റെ 14ാമത്തെ മൂവിയുടെ സിറ്റുവാൻ നിർമ്മാണത്തിൽ നടത്തിയിട്ടുണ്ട്. അതിൽ സഹകരിച്ച എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയും സ്നേഹവും നേരുന്നു. തുടർന്നും നല്ല സിനിമകൾ ചെയ്യുവാൻ ദൈവം അവസരം തരട്ടെ. ഈ സിനിമയുടെ നിർദ്ദമായിരിക്കുന്ന നമ്മുടെ അനുപേട്ടൻ, അതുപോലെ ഇതിനെ സംബന്ധിച്ച് എല്ലാവർക്കും, ലിസ്റ്റേൽ രവിച്ചേട്ടൻ, മിസ്റ്റർ ജോസ് സാറ്, നമ്മുടെ അൽവിൻ ആന്റണി, പ്ലസ് ഏറ്റവും എടുത്തു പറയേണ്ട നമ്മുടെ ഡയറക്ടർ. അപ്പം മൂവീസിൻ്റെ ആദ്യത്തെ സിനിമ ഷീറ്റ് ആക്ഷൻ പറഞ്ഞ സിനിമയുടെ സ്ക്രിപ്റ്റ് ഡയറക്ടറും കൃഷ്ണനായിരുന്നു. ആ സിനിമ വിജയകരമായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇത് കൃഷ്ണപുരിയുടെ 2ാമത്തെ ഒരു സിനിമയാണ് അപ്പം മൂവീസ് ചെയ്യുന്നത്. അപ്പോൾ ഇതും ഒരു നല്ല സിനിമയായി തന്നെ തീരട്ടെ. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മളോട് അധികവസാനം ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരു കാര്യം നമ്മൾ വിട്ടുപോയത് ഒരാൾ ഇവിടെ, അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ ധ്യാൻ ശ്രീനിവാസൻ
ഇതിൽ തുല്യ പ്രാധാന്യമുള്ള കഥാപാത്രമാണ് ധ്യാൻ അവതരിപ്പിക്കുന്നത്. ധ്യാനിനും അതുപോലെ അസീസിനും രണ്ടുപേരും, ജോണി ആന്റണി, സിദ്ദിഖ എല്ലാവരും ഇതിലുണ്ട്. അപ്പോൾ ധ്യാൻ്റെ അസാന്നിധ്യത്തിലും നമ്മൾ ധ്യാനെ ഓർക്കും. മേജർ രവി സാർ സംസാരിച്ചു. സുപ്രധാന കഥാപാത്രം മേജർ രവി സാറും ചെയ്യുന്നുണ്ട്. നിർബന്ധിച്ച് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും സംസാരിക്കുള്ളൂ എന്ന് പറഞ്ഞ് ശീലമാണ്. എല്ലാവർക്കും നമസ്കാരം. സുഖമില്ലാതിരിക്കുന്നതാണ്, ചെറിയ ത്രോട്ട് ഇൻഫെക്ഷൻ ഒക്കെ ആയിരുന്നു. എനിക്ക് സന്തോഷമുണ്ട് ഈ ഒരു സിനിമയുടെ ഭാഗമാണ്. ഞാൻ അനുഭവത്തിൻ്റെ കൂടെ അഭിനയിക്കുന്ന 4ാമത്തെ ചിത്രമാണ്. അതോടൊപ്പം ധ്യാനിൻ്റെ കൂടെ അഭിനയിക്കുന്ന 3ാമത്തെ ചിത്രമാണ്. ഈ ഒരു എന്താ പറയുക, ഈ ഒരു കുടുംബം കൃഷ്ണേട്ടനെ എനിക്ക് നേരത്തെ ഷീലാക്സിയിലൂടെ അറിയാം. അപ്പം എല്ലാവരും വളരെ ഫാമിലിയായിട്ട് കുടുംബം പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. മനോജ് പാലോളൻ്റെ ഈ ഒരു ചിത്രം, ഇതിൻ്റെ കഥ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഭയങ്കര ഹ്യൂമറിലൂടെ കടന്നു പോകുന്നൊരു ചെറിയൊരു കഥയാണ്. പക്ഷെ ഭയങ്കര രസമായിട്ട് അതിനെ അവതരിപ്പിക്കാനായിട്ട് മനോജിന് പറ്റും എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഈ ചിത്രം വിജയമായി തീരട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുന്നു. താങ്ക് യു. ഈ പറഞ്ഞ ഓരോ സിനിമയും ഓരോ സംവിധായകൻ്റെയും ഒരുപാട് പ്രതിസന്ധികളും പ്രയത്നങ്ങളും ഉള്ളതാണ്. എൻ്റെ ഈ പ്രതിസന്ധികളിലും എൻ്റെ സ്വപ്നം വേണ്ടി എന്നെ ചേർത്ത് നിർത്തിയ എൻ്റെ അനുഭവം, അതേപോലെ അബ്രഹാം മാത്യു സാർ, അദ്ദേഹത്തിന് എത്ര പറഞ്ഞാലും എനിക്ക് ഈ ഒരു നന്ദിയും കടപ്പാടത്തില്ല. അപ്പോൾ എനിക്കതിന് പ്രതിഫലമായി കൊടുക്കാൻ പറ്റുന്നത് എനിക്കും എൻ്റെ ടീമിനും ഒരു നല്ല സിനിമ ചെയ്യാൻ ഒരു 100% എഫർട്ട് ഞാനതിൽ ചെയ്യും എന്നാണ് ഈ സമയത്ത് എനിക്ക് അദ്ദേഹത്തിന് ഉറപ്പ് നൽകാനുള്ളത്. അതേപോലെ നമ്മളൊരു ഒരുപാട് സ്റ്റാർ കാസ്റ്റിംഗ് ഉള്ള ഒരു സിനിമയാണത്. അപ്പോൾ അത് വേണ്ടപ്പെട്ട നമ്മുടെ എല്ലാ മാധ്യമ സുഹൃത്തുക്കളും ഒരു നല്ല പ്രാധാന്യം നമുക്ക് ഈ സിനിമയ്ക്ക് തരണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഒപ്പം എനിക്ക് സർവ്വ പിന്തുണയും തന്നിട്ടിരിക്കുന്ന എൻ്റെ ഭാര്യയും 2 കുട്ടികളുമുണ്ട്. അപ്പോൾ അവരോടും എനിക്ക് കിട്ടുന്ന സപ്പോർട്ടിന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്.